ചിലപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ എത്ര തരം വാസ്തു സമ്പ്രദായങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ അത് മാത്രമല്ല, വാസ്തുശാസ്ത്രം പഠിക്കുമ്പോൾ അതിനനുബന്ധമായിട്ട് മറ്റു ചില ശാസ്ത്രങ്ങൾ കൂടി പഠിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലക്ഷണശാസ്ത്രം, ഗൗളിശാസ്ത്രം തുടങ്ങിയതെല്ലാം നമ്മൾ പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സമഗ്രമായ ഒരു ശാസ്ത്രമായിട്ട് നമുക്ക് പറയാം, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റും. സാറിൻ്റെ അഭിപ്രായം? വെരി ഗുഡ്, നല്ലത്. ഒരു ശാസ്ത്രത്തിന് നമുക്ക് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ വെക്കാൻ പറ്റില്ല. അതായത് എല്ലാ സയൻസുകളും ഇൻ്റർലിങ്ക്ഡാണ്. ദർശനശാസ്ത്രം എന്ന് പറയും. ദർശനശാസ്ത്രമാണ് ശരിക്കും ഭാരതത്തിലെ ശാസ്ത്രങ്ങളുടെ ബേസ്. ദർശനശാസ്ത്രത്തിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് പറയും കായകൽപ്പം. കായകൽപ്പം എന്ന് പറഞ്ഞാൽ ആയുർവേദം. അതായത് ആയുസ്സിനെ കുറിക്കുന്ന എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, കൽപ്പിച്ചിരിക്കുന്നോ, അതാണ് കായകൽപ്പം. അതിന് ആയുർവേദം. അതായത് നമുക്ക് ആരോഗ്യം ഉണ്ടാകണം, അതിനുള്ള ശാസ്ത്രമാണ് ആയുർവേദം. രണ്ടാമത് പറയുന്നത് മനോകൽപ്പം എന്നാണ്. മനോകൽപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിനെ കുറിക്കുന്നത്. അത് ഇന്ത്യൻ യോഗ ശാസ്ത്രമാണ്, ഇന്ത്യയിലെ മനഃശാസ്ത്രം. യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്ര, ആരും പറഞ്ഞാൽ വിശ്വാസമായില്ല. ആക്ച്വലി യോഗ ചിത്ത വൃത്തി നിരോധന, അത് ചിത്തത്തിന്റെ വൃത്തികളെ നിരോധിക്കാനുള്ള സയൻസാണ് യോഗ അറിയണത്. അതപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കണം എന്തിനാ? അതായത് ശരീരത്തിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞോ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. ശ്വാസവും മനസ്സും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ നമ്മളെ ശ്വാസം എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു ചരട. ശ്വാസം ഒരു പട്ടം പോലെ പറക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള മനസ്സൊരു പട്ടം പോലെ പറക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ചരടാണ് ശ്വാസം. അപ്പോൾ അതാണ് ഇന്ത്യൻ മനഃശാസ്ത്രത്തിൻ്റെ ബേസ്, അതാണ് യോഗശാസ്ത്രം. അപ്പോൾ യോഗയായിട്ട് കണക്ഷനായി. മൂന്നാമത്തെ പറയുന്നതാണ് ഭാഗ്യകൽപ്പം, അതാണ് വാസ്തുശാസ്ത്രം. അതായത് ഒരാൾ സമൃദ്ധിയിൽ ജീവിക്കണം, ദരിദ്രനായിട്ടോ കഷ്ടപ്പാടായിട്ടോ ഒന്നുമല്ല ജീവിക്കേണ്ടത്, സമ്പന്നനായിട്ട് സമൃദ്ധിയിൽ ജീവിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഈ സമ്പന്നതയും കഷ്ടപ്പെടും പോണത്? കാരണം യൂണിവേഴ്സൽ ഋതുവും നമ്മളെ ഋതുവും വെവ്വേറെ ആകുമ്പോഴാണ് നമ്മൾ ദരിദ്രനാകുക. ഇഫ് യു ആർ വൺ വിത്ത് യൂണിവേഴ്സൽ ഋതം, യൂണിവേഴ്സൽ ഋതുവായിട്ട് നിങ്ങൾ ഒന്നായി ചേരുമ്പോൾ യൂണിവേഴ്സിൻ്റെ ആ അബൻഡൻസ് നിങ്ങളിൽ വരും. അതിനാണ് വാസ്തുശാസ്ത്രം. ഇനി ഭാവികൽപ്പം എന്ന് പറയും. ഭാവികൽപ്പം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എന്താകും, നാളെ എന്താകും, ഇതിനുള്ള സയൻസാണ് ജ്യോതിഷശാസ്ത്രം. നാളെ എന്താകും, നാളെ എന്താകും, ഇത് ഇന്ന് തന്നെ ഗണിക്കാൻ പറ്റും നാളെ എന്താകുകയെന്ന്. ഇന്ന് നമ്മളിവിടെ ഇരിക്കണം എന്നിങ്ങനെ സംസാരിക്കണം എന്നുള്ളത് മുന്നേ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള. പക്ഷെ ഇത് കണ്ടെത്താനുള്ള ശാസ്ത്രമാണ് ജ്യോതിഷശാസ്ത്രം. പിന്നെ പറയുകയാണ് മനോരഞ്ജനകൽപ്പം. മനോരഞ്ജനകൽപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിനെ എങ്ങനെ രഞ്ജിപ്പിക്കാം, എപ്പോഴും ഹാപ്പി ആയിരിക്കണം, ഇതിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രമാണ് സംഗീതശാസ്ത്രം. പിന്നെ ഭരതമുനിയുടെ നാട്യശാസ്ത്രം. അപ്പൊ ഈ കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ തന്നെ സയൻസുകൾ എല്ലാം ഒരുമിച്ചിട്ടാണ് എല്ലാം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഞങ്ങളെ ഭാഷ പറഞ്ഞ സ്ഥപതി എന്ന് പറയും. സ്ഥപതി എന്ന് പറഞ്ഞാല് സർവ്വവിജ്ഞാനപടു എന്നാ പറയാ. അതായത് എല്ലാ വിജ്ഞാനങ്ങളെ കുറിച്ചും അറിയുന്ന ഒരാളായിരിക്കും. ചെയ്യാൻ വരുന്ന ആളിനെ നമ്മള് സ്ഥപതി എന്ന് പറയാം. ക്ഷേത്രത്തിന്റെ ശില്പിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ സ്ഥപതിയുടെ സ്ഥാനം ആശേരി, അതുകൊണ്ടാണ് ഇവിടെ തച്ചുശാസ്ത്രമായത്. ശരിക്കും സ്ഥപതി എന്ന് പറയുന്ന ആളെ എവിടെയോ മറിഞ്ഞുപോയി. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. അതാണ് പ്രോബ്ലം. അപ്പൊ ഇതിൽ പറഞ്ഞ ഇപ്പൊ ഗൗളി ശാസ്ത്രം ഇങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷണശാസ്ത്രങ്ങൾ. ഞാനൊരു ചെറിയൊരു ഇത് പറയട്ടോ. ഇപ്പൊ ഒരു ജ്യോതിഷന്റെ അടുത്ത് ഒരാൾ വന്നു. അപ്പോ വിവാഹമോചനം ആകുമോ ഇല്ലയോ എന്നുള്ള അറിയാനാണ് ആള് വന്നത്. അപ്പോ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കബഡി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറയാണ്, അയ്യോ ബക്കറ്റ് കിണറ്റിൽ പോയിട്ടോ. ഇതാണ് സിറ്റുവേഷൻ എന്താണ്? വിവാഹമോചനം നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വന്നു. അപ്പൊ ഭാര്യ വന്ന് പറയണു, ബക്കറ്റ് കിണറ്റിൽ പോയിട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? വിവാഹമോചനം നടക്കുമോ ഇല്ലയോ? എന്റെ അഭിപ്രായം നടക്കുന്നതാണ്. അല്ല, അവിടെയാണ് ഈ ലക്ഷണശാസ്ത്രത്തിന്റെ മനോഹാരിത. അതായത് വെള്ളത്തിനെ വേർപ്പെടുത്താൻ നോക്കിയാണ് എന്ത് ബക്കറ്റ്. പക്ഷെ വെള്ളം ഇതെന്തായി, ചെന്ന് അതിലേക്ക് തന്നെ തിരിച്ചുപോയി. അതിനർത്ഥം വിവാഹമോചനം നടക്കില്ല എന്നാ. വെള്ളത്തിനെ വേർപ്പെടുത്താൻ നോക്കിയത് അത് അവിടെ കട്ടായി തിരിച്ച് കയറ് വരെ പൊട്ടിയിട്ട് താഴേക്ക് പോയി. അതായത് എന്ത് തന്നെ കളിച്ചാലും
നടത്താൻ പറ്റില്ല. ഇതാണ് ലക്ഷണശാസ്ത്രങ്ങളുടെ ഡെപ്ത്. പക്ഷെ ഇപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അതാണ്. പക്ഷെ സാധാരണക്കാരെ വ്യാഖ്യാനിക്കുമ്പോ എന്താ, കയറ് പൊട്ടിയിട്ടോ പോയി. തീർച്ചയായിട്ടും അവിടെയാണ് പ്രപഞ്ചത്തിന്റെ ഡെപ്ത് ഉള്ളതാണ് എന്ത്, ജലം. ജലത്തിനെ വേർപ്പെടുത്താനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്, ബക്കറ്റ് നടത്തുന്നത്. ഇത് കുറെ ഡീപ്പാണ്, കുറെ നമ്മൾ സ്റ്റഡി ചെയ്യണം, കുറേയും കൂടി അങ്ങനെയുള്ള പ്രപഞ്ച മൂല്യങ്ങളുമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇറങ്ങിയാലാണ് അത് പഠിക്കാൻ പറ്റുക. അതാണ് ലക്ഷണശാസ്ത്രം. അപ്പൊ ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഇന്റർലിങ്ക്ഡാ. പിന്നെ നമുക്കിത് എവിടെയാ നഷ്ടപ്പെട്ടത്? ഇവിടെ നമ്മളെ ഭാരതത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. മെക്കാളെ പ്രഭു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയെ എങ്ങനെ പരാജയപ്പെടുത്താം, ഇന്ത്യയെ എങ്ങനെ കീഴടക്കാം എന്നുള്ളത് പഠിക്കാനായിട്ട്, പഠനം നടത്താനായിട്ട് 7 വർഷക്കാലം ഭാരതത്തിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠനം നടത്തിയ ആളാണ് മെക്കാളെ, ലോർഡ് മെക്കാളെ. ഇദ്ദേഹം അവസാനം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു റെസൊല്യൂഷൻ വെക്കുന്നുണ്ട്. ഞാൻ ഭാരതത്തിന്റെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു, സമൃദ്ധി, അത്രയും അബൻഡൻസ്, അത്രയും വലിയ ഹയർ ആയിട്ടുള്ള മോറൽ വാല്യൂസ്, നമ്മള് ഈ രാജ്യത്തിന്റെ ഈ മോറൽ വാല്യൂസ് തകർക്കാതെ ഒരിക്കലും ഈ രാജ്യത്തിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും എല്ലാവരും കേൾക്കേണ്ട ഒരു പോയിന്റാണ് സാർ, വളരെ വളരെ പ്രാധാന്യമുള്ളൊരു പോയിന്റാണ് സാർ പറഞ്ഞത്. അപ്പൊ അതിനെന്താ ചെയ്യുക? അതിനായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് എടുത്ത 2 സൂത്രത്തിന് അടിമകളാണ് നമ്മളിപ്പോഴും. അതിലൊന്ന് വിദ്യാഭ്യാസം. നമ്മളവിടെ ഒരു നല്ലൊരു ഗുരുകുല സിസ്റ്റം ഉണ്ടായിരുന്നു. എല്ലാ ശാസ്ത്രങ്ങളെയും പഠിക്കാനായിട്ടുള്ള, പഠനം നടത്താനും ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതിനെ തകർത്തു, നമ്മൾ സ്കൂൾ സിസ്റ്റം ആക്കി. യൂറോപ്യന്മാർ എഴുതിയ അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ആവുന്നത്. അതിലും വലിയ രസം എന്ന് വെച്ചാൽ യൂറോപ്യന്മാർ നമ്മൾ ഇത്രയും വയസ്സായാലേ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ യൂറോപ്യൻ കൺട്രീസിൽ ഇപ്പോ ചെറിയ വയസ്സിൽ തന്നെ ഡോക്ടറേറ്റ് എടുക്കാം. അതായത് ഇന്ത്യക്കാർ ഇപ്പോഴും അടിമകളാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്കാർ ഇത്ര വയസ്സായാലും ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റും. പക്ഷെ യൂറോപ്യൻസിന് 13 വയസ്സുള്ള കുട്ടി ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, ഡബിൾ പ്രൊമോഷൻ ആയി കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാ സിസ്റ്റവും ഇപ്പോഴും യൂറോപ്യൻസിന് ഉയർന്നു, മറ്റേത് നമ്മളത് താഴ്ത്തി. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, ബ്രിട്ടീഷ് പാർലമെന്റ് റെസൊല്യൂഷനിലൂടെ അവതരിപ്പിച്ച് കണ്ടെത്തിയ ഒരു സാധനമാണ്. അപ്പോ അവരെന്ത് ചെയ്തു? ഒന്ന്, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റി. ആസ് എ റിസൾട്ട് നമ്മൾ ഇന്നും ഇംഗ്ലീഷാണ് നല്ലത്. അതിൽ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇന്ത്യൻ ഷുഡ് ഫീൽ ദംസെൽവ്സ് അഷെയിംഡ് ഓഫ് देयर ഓൺ കൾച്ചർ. ഇന്ത്യക്കാരന് സ്വന്തം സംസ്കാരത്തില് നാണം തോന്നണം. തീർച്ചയായിട്ടും അങ്ങനെയാണ് അതിലെ വേർഡ്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം വിജയിച്ചു. ഇപ്പം 200-250 വർഷമായിട്ട് നമ്മൾ അതിൽ തന്നെയാണ് ഇപ്പോഴും അതിനെയാ ഫോളോ ചെയ്യണത്. അപ്പൊ ഇന്ത്യയിലുള്ള ഇങ്ങനെയുള്ള സയൻസുകളെല്ലാം പഴഞ്ചനാണെന്ന് പറയുന്നു, ഒന്നിനും കൊള്ളാത്തതാണെന്ന് പറഞ്ഞു. നമ്മളെ ഇവിടെയുള്ള ഓരോ ശാസ്ത്രങ്ങളെയും കൊന്നു. എന്നിട്ട് ആര്യഭട്ടന് പകരം ഇംഗ്ലീഷുകാരെ അതിലൊരു തമാശയാണ് സാർ ഇപ്പോഴും പറയുന്നത്, ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഷേക്സ്പിയർ ആണ് കാളിദാസൻ എന്നാണ്. കാളിദാസൻ എന്ന് ജീവിച്ചിരുന്നു, ഷേക്സ്പിയർ എന്ന് ജീവിച്ചിരുന്നു. അവരുടെ പ്രതിഭകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് സാർ, നമ്മളിപ്പം ഇത്രയും വലിയ സംസ്കാരം നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല. ഇംഗ്ലീഷുകാരെ ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്ന ഷോപ്പ് കീപ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവർക്ക് നമ്മളൊരു കട നോക്കാൻ ഏൽപ്പിച്ച ഒരാളിൻ്റെതാണ്. കാരണം അവർക്ക് ശരിക്കുള്ള സംസ്കാരമില്ല, ആഴത്തിലുള്ള സംസ്കാരമില്ല ശരിക്കും. അതെ. അപ്പൊ ഇംഗ്ലീഷുകാരന്റെ യഥാർത്ഥ കൾച്ചർ എന്ന് പറഞ്ഞാൽ കെൽറ്റിക് സംസ്കാരമാണ്. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ സ്കോട്ട്ലൻഡിലും ഒക്കെ നിലനിൽക്കുന്ന, അയർലൻഡിൽ നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു കാര്യം സാർ, നമ്മളിപ്പോ ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്ത്യയിൽ വന്നു എന്ന് പറയപ്പെടുന്നത് ജീസസ് ജനിക്കുന്നതിനും 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മതം എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ എന്തിന് ഇവരിവിടെ വന്നു? ഹുയാൻസാങ് എന്തിനു വന്നു? ഫാഹിയാൻ ഇവിടെ വന്നു എന്തിനു വന്നു? അതുപോലെയാണ് നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന അപാരമായിട്ടുള്ള ലൈബ്രറീസ് ഉണ്ടായിരുന്നു. ഒരു ലൈബ്രറി 3 മാസത്തിൽ കൂടുതലാണ് നിന്ന് കത്തിയതെന്നാണ്. അപ്പൊ അത്രയ്ക്ക് അബണ്ടന്റ് നോളജ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് സാർ പ്രശ്നം. കാരണം നമ്മൾ അറിയുന്നില്ല, നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഈ കൂപ മണ്ടൂക്കെന്നോ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗോൾഡ് മൈൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരാളെന്ന് നമ്മൾ പറയുന്നത്. അതെ. ഇത് രസം എന്താണെന്ന് വെച്ചാല്, അലക്സാണ്ടർ വരുമ്പോ ചൈനയിലേക്ക് തിരിയാനാണ് ആദ്യം നോക്കിയത്. പക്ഷെ അദ്ദേഹത്തിന് വാസ്തു അറിയായിരുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കന്നിമൂലിയാണ് ചൈനയുടെ. അതുകൊണ്ട് ഈ സിംഹക്കുട്ടീനെ യാതൊരു കാരണവശാലും ഉണർത്തരുത്. ഇത് ഉണർന്നു കഴിഞ്ഞോ അത് ലോകത്തിനെ കീഴടക്കും. അലക്സാണ്ടർ എത്രയോ കാലം മുന്നേ പറഞ്ഞ പകരം എന്താണ്, ചന്ദ്രഗുപ്ത മൗര്യനെ പരാജയപ്പെടുത്തുക, ഇന്ത്യയിലേക്ക് തിരിയുക. അങ്ങനെയാണ് ഇദ്ദേഹം ഇത് മാറുന്നത്. അവസാനം അലക്സാണ്ടറുടെ 2 കൈയും ശവക്കുഴിയിൽ എന്താണ് മേലേക്ക് ആക്കിക്കൊണ്ടാ വെച്ചിരിക്കുന്നത്. ഇത് കാരണം എന്താണ്, ഇതൊക്കെ ആയിട്ട് ഇന്ത്യയിലുള്ളതൊന്നും എനിക്ക് കൊണ്ടാൻ പറ്റില്ല. ഒരു സന്യാസി വന്നു, ഓ എന്നെ കൊന്നോളൂ, ഒരു കുഴപ്പമില്ല, ഞാൻ എപ്പോഴോ
മരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പൊ ഈ ലൈബ്രറി മുഴുവൻ ഞാൻ എടുക്കും, കുഴപ്പമില്ല, എനിക്ക് ഒരു ദിവസത്തെ സമയം തരണം. ഈ ഒരു ദിവസം സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ എല്ലാം ഇരുത്തി അത്രയും നോളജസ് പഠിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് നമ്മുടെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥം ഞങ്ങളുടെ പ്രൊഫസറായ സാർ എഴുതിയിട്ടുണ്ട്, ഡോക്ടർ സുധീർ കിടങ്ങു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ചട്ടമ്പി സ്വാമികളെ പിന്നെ ഇതുപോലെ ഒരു വീടിൻ്റെ ഒരു ബ്രാഹ്മണ ഭവനത്തിൻ്റെ വലിയ ഒരു ലൈബ്രറി, നിലവിൽ അവരുടെ താളി പോലെ കെട്ടുകളാണ്, അതൊന്ന് പൊടിതൂത്ത് വെക്കാനായിട്ട് ഇത് ഈ നന്നായിട്ട് ചെയ്യുന്ന ഒരാളിനെ നോക്കി അവർ നടന്നപ്പം ചട്ടമ്പി സ്വാമികളാണ് പോയത്, കുഞ്ഞൻ അദ്ദേഹമാണ് പോയത്. പോയിട്ട് അദ്ദേഹം ചെയ്തത് ഈ ഓരോന്നും വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചതോടൊപ്പം അതിനെ മുഴുവൻ ബൈഹാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാം സാർ എത്ര ആയിരുന്നു നമ്മുടെ ഈ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നമ്മൾ എത്ര യൂട്ടിലൈസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു feel proud of ourselves. അതെ ഗുഡ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മളെ ഇതില് അതിന്റെ ബ്രെയിനിൽ സേവ് ചെയ്യുന്ന വൈബ്രേഷൻ സിസ്റ്റമാണ് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇവൻ സ്പർശനത്തിലൂടെ പഠിച്ചിരുന്ന ആളുകൾ. അപ്പൊ ഹെലൻ കെല്ലർ അങ്ങനെ പഠിച്ചപ്പോ അത്ഭുതമായി. നമുക്ക് ഇവിടെ ഉള്ളത് അതെ നമ്മളെ ഭാരതത്തിൽ എത്രയോ എന്തിനു പറയുന്ന ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എല്ലാം ഉണ്ടായത് ഭാരതത്തിലാണ്. 101 പുത്രന്മാരുണ്ടായത് എന്താണ്? ഇങ്ങനെയാണ്. ശരിക്കും ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണ് എല്ലാം. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്താൽ അത്ര ഒരു കോൺസെപ്റ്റ് എങ്കിലും അന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു എങ്കിൽ അവരുടെ പ്രതിഭ എത്രയായിരുന്നു ചിന്തിക്കണം. അതാണ് തീർച്ചയായിട്ടും നമ്മളെ ഓരോരോ ഭാരതീയമായിട്ടുള്ള ആശയങ്ങളെ കുറിച്ച് ഇനിയും നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇനി നമ്മൾ അതിന്റെ സയന്റിഫിക് സൈഡുകൾ എന്താണെന്ന് കുറേ കൂടി പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അതിന്റെ കൂടെ വളരെ പിന്നെ കഷ്ടം നിറഞ്ഞൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ യുക്തിവാദികളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെ ശാസ്ത്ര അന്ധത ബാധിച്ച ആളുകളെന്നാണ് സി കേശവൻ നായർ പോലുള്ള ആൾക്കാർ പറയുന്നത്. അതൊരു അന്ധതയാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ സംസ്കാരത്തിന് വിളിക്കുന്നത് ആഭാസം എന്നാണ്, അതായത് ആർഷഭാരത സംസ്കാരത്തിന്റെ ചുരുക്കെഴുത്തായിട്ട്. അതെ. ഇവിടെ എന്താണ് ഇടമറുകിന്റെ ബുക്കുകളാണ് എന്നെ ആദ്യം തന്നെ ഈ വാസ്തുവിന്റെ സയന്റിഫിക് സൈഡ് പഠിപ്പിക്കാൻ സഹായിച്ചത്. എന്റെ ഒരു ഗുരുക്കന്മാരിൽ ഒരാൾ ഇടമറുക് എന്ന് വേണം പറയാം. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളെ കേരളത്തിലെ ചുറ്റളവ് നോക്കലും ഇത് ഇങ്ങനെ ആയിപ്പോ അപ്പൊ ഇതിന്റെ സയൻസ് എന്താണെന്ന് തിരയായി എന്താ ജീവനെ വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചിട്ടുള്ള ലേഖനങ്ങൾ ഇടമറുകിന്റെ ബുക്കുകളുണ്ട്. അപ്പോ ഇത് എന്താണെന്ന് അറിയാം, ശരിക്കും യുക്തിവാദികൾക്കും അറിയണില്ല ഇപ്പോഴത്തെ തലമുറക്ക് എന്താ യുക്തിവാദം അറിയില്ല. അതുകൊണ്ടാണ് ശരിക്കും യുക്തി കൊണ്ട് വാദിക്കണയാണ് യുക്തിവാദം. അപ്പൊ ആ യുക്തി എന്ന് പറഞ്ഞാല് ബ്രെയിൻ ഇന്റലക്ച്വലി പ്രൂവ് ചെയ്യല, പക്ഷെ പകരം ഇപ്പൊ ഒരു പരിഹസിക്കണ ഒരു സിസ്റ്റം ആയിട്ട് യുക്തിവാദം പോലും ബെർട്രാൻഡ് റസൽ പറഞ്ഞിട്ടുണ്ട് സാർ, നോളജും വിസ്ഡം ഉണ്ട്. നോളജ് നമുക്ക് പലയിടത്തും പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം, പക്ഷെ വൈസ് യൂസ് ഓഫ് നോളജ് ആണ് വിസ്ഡം. അതവരെ അറിയുന്നില്ല, ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള ബന്ധം അവര് മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ ഇനി നമുക്ക് കുറച്ച് പിന്നെ ഈ പൊതുജനങ്ങൾ കൂടുതലായിട്ട് ആകാംക്ഷയോടെ നോക്കുന്ന 1-2 വിഷയങ്ങളിലേക്ക്. അപ്പൊ നമ്മൾ ഈ വീട് വയ്ക്കുമ്പോഴത്തേക്ക് വസ്തുവിന് നമ്മളിങ്ങനെ കണ്ണുകളായിട്ട് തിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എന്താണ് സാർ അതിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് ഒരുപാട് സ്ഥലമാണ്, 2 ഏക്കർ 3 ഏക്കർ ഒക്കെ സ്ഥലം ഉണ്ടാവും. അവിടെയാണ് ഈ ഗണ്ഡം തിരിക്കേണ്ട ആവശ്യം. അതായത് ഇപ്പൊ ഒരാൾക്ക് 2 ഏക്കർ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എവിടെയും വീടിന് നമ്മൾ കാണണ്ടേ. അപ്പൊ അതിന് ആ ടോട്ടൽ 2 ഏക്കർ സ്ഥലത്തിനെ നമ്മൾ 4 ഭാഗമാക്കിയിട്ട് തിരിക്കും. അത് ദിശ നോക്കിയിട്ട് നേരെ കിഴക്കോട്ടേക്ക് നോക്കി നിന്നിട്ട് അപ്പോ തെക്ക് പടിഞ്ഞാറ് ഉള്ളതെന്ന് പറയും, ശരിക്കും മനുഷ്യകണ്ഠം എന്നാ പറയാ, പക്ഷെ മനുഷ്യാലയന്ത്രിയിലൊക്കെ അതിനെ ദേവകണ്ഠം എന്നാണ് കാണുക. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ഈശാനകണ്ഠം എന്ന് പറയും, അതിനെയാണ് മനുഷ്യകണ്ഠെന്ന് മനുഷ്യാലയന്ത്രി കാണുന്നത് ആണ്. പിന്നെ പറയണത് അഗ്നികോണില് ശരിക്കും പറയാം അസുരകണ്ഠം എന്നാ. പിന്നെ വായുകണ്ഠം എന്ന് പറഞ്ഞിട്ട് യമകണ്ഠം എന്നും പറയുന്നത്, അതായത് വടക്ക് പടിഞ്ഞാറ്. അപ്പൊ ഇങ്ങനെ 4 ഖണ്ഡങ്ങളാ. ഇതില് വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറുമാണ് വീടിന് ഉത്തമമായിട്ട് പറയാം. ഇപ്പോ പറയും തെക്ക് പടിഞ്ഞാറ് തന്നെ വീട് ഉണ്ടാക്കണം എന്ന്. കാരണം പണ്ട് കാലത്ത് ഈ ഈശാനഖണ്ഡത്തില് വീട് ഉണ്ടാക്കിയത് കാരണമാണ് ഇന്നത്തെ തറവാടുകളും ഇല്ലങ്ങളും ഒക്കെ മുടിഞ്ഞു പോയത്. കാരണം എന്താണെന്ന് വെച്ചാല് ഈശാനഖണ്ഡത്തിൽ വീടുണ്ടാക്കുമ്പോൾ തെക്ക് വശവും പടിഞ്ഞാറ് വശവും കൂടുതൽ വരും. പണ്ട് കാലത്ത് മരണാനന്തര ക്രിയകളൊക്കെ നടത്തിയിരുന്ന തെക്കായിരുന്നു. അതുകൊണ്ട് തെക്ക് വശം കുറെ വിടും. ആസ് എ റിസൾട്ട് തെക്ക് എന്ന് പറഞ്ഞാൽ യമൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, വടക്ക് കുബേരൻ. ഏതാ വേണ്ടത്? പോസിറ്റീവ്, അതായത് കുബേരനാണ് വേണ്ടത്. പക്ഷെ പണ്ട് കാലത്തുള്ള ഈ ഒരു സിസ്റ്റത്തില് വടക്ക് കുറവും തെക്ക് കൂടുതലുമായിരുന്നു. ഇത് കാരണമാണ് എല്ലാ
ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ പണ്ടുള്ളവരുടെ തമ്പ്രാക്കന്മാരുടെയൊക്കെ മനസ്സ് പോകാനും കേസ് നടത്താനൊക്കെ കാരണം അതാണ്. അത് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ആരെങ്കിലും വെള്ളടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീടിന്റെ തെക്ക് വശം നോക്കിയാൽ മതി. വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കണായിട്ടില്ലേ, അതുണ്ടോ തെക്ക് വശം കൂടുതലുണ്ട്. അപ്പൊ പറഞ്ഞിരിക്കണത് ഈ ഖണ്ഡം തിരിച്ചിട്ട് അതിലൊരു സ്ഥാനം കാണും. അപ്പം ഈ കാലഘട്ടത്തിൽ പറയണത് തെക്ക് പടിഞ്ഞാറ് തന്നെ എടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ അധികം ഇപ്പോഴത്തെ വാസ്തുക്കാർക്കും തെറ്റുപറ്റുന്ന ഒരു സാധനമുണ്ട്. ഇന്നിപ്പോ 3 സെന്റിലൊന്നും ഒരിക്കലും ഈ ഖണ്ഡം തിരിക്കാൻ നിൽക്കരുത്. ഖണ്ഡം തിരിക്കുക എന്ന് പറയുന്ന സിസ്റ്റം വലിയ പറമ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ 3 സെന്റിൽ പോയി ഖണ്ഡം തിരിച്ചു കഴിഞ്ഞാൽ വീട് എവിടെ ഉണ്ടാക്കുക? അവിടെയാണ് നമ്മൾ അപ്ലിക്കേഷനിൽ നമ്മൾ ഒന്നും കൂടി പഠനം നടത്തേണ്ട ആവശ്യം. അപ്പൊ ചെറിയ പറമ്പാണെങ്കിലും ഏത് പറമ്പാണെങ്കിലും ഒരു നടുഭാഗം ഉണ്ടാവും. ഇതിനെയാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയാം. ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാല് സെന്റർ. അവിടുത്തെ തത്വം ആകാശ തത്വം, അതായത് പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് സ്പിരിച്വൽ ഭാഷയിൽ പറയും. കലർപ്പില്ലാത്ത ബോധം, അതാണ് ബ്രഹ്മം. ചെറിയ വസ്തുവില് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് ഈ വീടിന്റെയും ബ്രഹ്മസ്ഥാനം തന്നെ ആയിരിക്കും. കറക്റ്റ്. അതായത് പ്ലോട്ടിന്റെയും വീടിന്റെയും ബ്രഹ്മസ്ഥാനം ഒന്ന് തന്നെയാ വരിക. കാരണം അത്രയും സെന്റ് ഉള്ളൂ. ബ്രഹ്മസ്ഥാനം എടുക്കുമ്പോ വലിയ പ്ലോട്ടിന്റെ എടുക്കുമ്പോ ഈ 4 ഖണ്ഡങ്ങളാക്കിയിട്ട് അതിലേത് ഖണ്ഡാണോ എടുക്കുന്നത് അതിനുശേഷം ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. അതിന് ക്ഷേത്രീകരണം എന്ന് പറയും. ക്ഷേത്രീകരണം എന്ന് പറഞ്ഞാൽ ഒരു ചതുരത്തിന്റെ ഉള്ളില് ആക്കി എടുക്കുക. അപ്പൊ നമ്മൾ 4 ഖണ്ഡത്തിലും സൗത്ത് വെസ്റ്റ് തിരഞ്ഞെടുത്തു. അതിനുശേഷം എന്താണോ അതിലൊരു ചതുരം നമ്മൾ കാണണം. അതിന് പറയും ക്ഷേത്രീകരണം എന്ന് പറയും. പിന്നെ മണ്ഡലം എന്ന് പറയും, അതായത് വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയും. ഈ വാസ്തുപുരുഷ മണ്ഡലത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്രമാണ് ഭവനം. അപ്പൊ 3 കൺസെപ്റ്റ് വന്നു. ഒന്ന് ക്ഷേത്രം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ്. 2 മുറ്റം, മുറ്റം എന്ന് പറഞ്ഞാൽ വാസ്തു മണ്ഡലം എന്ന് പറയുന്നത്. പിന്നെ 3 പ്ലോട്ട്. നമ്മള് ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞ ക്ഷിതിയിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് അല്ലെങ്കിൽ നാശങ്ങളിൽ നമ്മൾ രക്ഷിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ദേവഭാവം തന്നെ നമുക്ക്. അത് നമ്മളെവിടെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദേവന്റെ ക്ഷേത്രം മാത്രമാണ് ക്ഷേത്രം എന്നാ. ശരിക്കും ദേവൻ എന്ന് പറയുന്ന ആരാണ്? ഞാനാ. ശരീരം കൗന്ദയാന്ന് പറയുന്നുണ്ട്. ക്ഷേത്രം. അപ്പോൾ ശരിക്കും നമ്മളുടെ ഈ വീടുണ്ടാക്കുന്നതും നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരണം. ക്ഷേത്രജ്ഞ യോഗം അത് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു പ്രശ്നമില്ല. അപ്പൊ സമൃദ്ധി വരും. നമുക്ക് ഈ പത്മനാഭം കിടക്കുന്നവരെ കിടക്കാൻ പറ്റും. അതാണ് ഈ സയൻസ്, അതിനുള്ള ശാസ്ത്രമാണിത്. അപ്പോൾ നമ്മൾ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്ന നടുഭാഗം, അവിടെ അധികം വെയിറ്റ് വെക്കരുത് എന്നാ. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടായി ഈ 4 കെട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നടുമുറ്റം ഒഴിച്ചു വിടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ആകാശ തത്വ, അവിടെ ശൂന്യതയാണ്. അപ്പൊ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജ്ജം അതേപടി വീട്ടിന്റെ ഉള്ളിൽ വരിക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കണ്ടൊരു ചോദ്യമാണ്. അതായത് ഒരാൾ വീട് വെച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ നടുക്ക് ഭാഗത്ത് വളരെ മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളാണ്. അത്യാവശ്യം കാശുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ സ്വിമ്മിംഗ് പൂള് കാണാൻ പറ്റും. പക്ഷേ പുള്ളിക്ക് അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, മനസമാധാനം, സ്വരച്ചേർച്ചയില്ലായ്മ. ഇതാണ് അവിടെ ഉള്ളത്. അപ്പൊ സാർ അതൊന്ന് പറയാമോ? ഇവിടെ അതാണ് ശാസ്ത്രത്തിന്റെ റോങ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞു നടുഭാഷത്ത് ആകാശതത്വ, ജലതത്വമല്ല, ജലതത്വമല്ല. അതായത് പണ്ടുള്ള വീട്ടില് നടുക്കില് മഴവെള്ളം പെയ്താൽ ആ സമയത്ത് തന്നെ അത് ഒഴുകി പോകാനുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. കാരണം ചില സിനിമകളിൽ, എസ്പെഷ്യലി മോഹൻലാലിന്റെ ചില സിനിമകളിലൊക്കെ ഈ നടുമുറ്റത്ത് ഒരു കുളവും അതിന്റെ അടുത്ത് അദ്ദേഹം പോയി ഇങ്ങനെ ഇരിക്കുന്ന അത് പോസിബിൾ ആണോ? അല്ല, പോസിബിൾ ആണോന്ന് വെച്ചാൽ നടുക്കൊരു തറയുണ്ടെങ്കിൽ പോസിബിളാ. നടുക്കൊരു തറ ഉണ്ടെങ്കിൽ ആ ഒരു തറയിലാകാം. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സെപ്പറേറ്റ്. അതായത് നടുഭാഗം എന്ന് പറഞ്ഞാണ് ബ്രഹ്മസ്ഥാനം. ബ്രഹ്മസ്ഥാനത്തില് വെള്ളം വന്നോ അവിടെ അസുഖങ്ങൾ വരുന്ന. അത് മാത്രമല്ല ഫ്ലോറ ആൻഡ് ഫോണ പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ അവിടെ ഇത് വരും. അതോടുകൂടി മനുഷ്യാലയം മനുഷ്യന് വേണ്ടിയിട്ടുള്ള ജീവികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ മീനെ വളർത്താൻ വേണ്ടിയിട്ട് കുളമൊക്കെ മതി, വീടിൻ്റെ ഉള്ളിൽ അത് വേണ്ടെന്നാ പറയുക. പക്ഷെ എന്ന് വെച്ചിട്ട് എക്കോറിയൊക്കെ വെക്കോട്ടോ, വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത് റോങ് അപ്ലിക്കേഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ വായു മണ്ഡലം എന്ന് പറയുന്ന ആകാശ തത്വമാണ് നടുക്ക് വരിക. അപ്പം ജലം വന്നോ അവിടെ ജലതത്വമായി. ആസ് എ റിസൾട്ട് അവിടെ സമാധാനം ഉണ്ടായില്ല. കാരണം ജലം എപ്പോഴും ഓളങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്, സ്ഥിരത ഉള്ളതല്ല. ജലരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിശ്ചലമല്ല, സ്റ്റാഗ്നന്റ് അല്ല. അതുപോലെ തന്നെ മനസ്സും ആവും. അപ്പൊ അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണത്. അപ്പൊ ഇതിൽ ഈ തത്വങ്ങൾ ഇതിൽ പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് സ്ട്രോങ്, സോളിഡ് ആയിട്ടുള്ളത്. അവിടെയാണ് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം വേണ്ടത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിൽ കിടന്നുറക്കുന്ന ആൾക്കും സിംഗിൾ ആവും. ഇവൻ ഇതിന്റെ ഒരു മനോഹരമായിട്ടുള്ള ജലമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു സ്ഥലം കാര്യം കൂടി ഉണ്ട്. നമ്മളെ തൊട്ട അടുത്ത സംസ്ഥാനം തമിഴ്നാട്. ഇവിടെ ഒരു ചിന്ന വീടും ഒരു വലിയ വീടുണ്ട്. ഇതെന്തുകൊണ്ടാണ് വന്നത്?
ഇത് വരാനും കാരണം ഈ ജലം തന്നെയാണ്. അതായത് നിങ്ങൾ തമിഴ്നാട് സന്ദർശിച്ചാൽ മനസ്സിലാവും, അവിടെ ഉയരത്തിൽ വാട്ടർ ടാങ്ക് എല്ലാ സ്ഥലത്തും തെക്ക് പടിഞ്ഞാറാണ് വെച്ചിരിക്കുകയാണ്. ഇത് കാരണമാണ് ഓരോരോ തമിഴ്നാട്ടുകാരൻ്റെ ഇങ്ങനെ മനസ്സ് ഇതാണ്. അതായത് എവിടെ ജലം വന്നോ അവിടെ ഒരു ഡയലമ വരും, ഡെലമ അവിടെ വന്നിരിക്കും. ഒരു സ്ഥിരതയില്ലാത്ത, നമുക്ക് വളരെ സോളിഡ് ആകുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്ന വാക്കുകൾ ശക്തമാണോ, നമ്മൾ പ്രവർത്തിക്കുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണോ, അങ്ങനെയാണോ നമ്മൾ സൗത്ത് വെസ്റ്റ് എർത്ത് എലമെന്റിൽ നമ്മൾ കിടക്കണം. അപ്പം നടുക്ക് ജലം ഒഴിവാക്കി ആകാശതത്വമാക്കുന്നതാണ് റിസൾട്ട് വരുന്നത്. കൈവച്ച് സാർ ഇങ്ങനെ പറയാറുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാസ്തു എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഓർഡറാണ്. സാർ നമ്മൾ ഈ വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് വളരെ പെട്ടെന്നൊരു വാസ്തുവിന്റെ ഒരു ഫോർമാറ്റ് സാർ പറയുന്നത് കേട്ടോ, ഒന്ന് ജസ്റ്റ് പറയാമോ? യൂണിവേഴ്സൽ ഋത്തം എന്ന് പറയുന്നത് ഒരു ബാലൻസിങ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചില ഭാഗം പൊന്തും ചില ഭാഗം താഴും. അത് ഭൂമിയുടെ ഷേപ്പ് ആ രീതിയിലാണ്. അതായത് ഒരു വെള്ളത്തുള്ളി നമ്മൾ മനസ്സിൽ കാണാം. അപ്പൊ വെള്ളത്തുള്ളിയുടെ ഷേപ്പ് എങ്ങനെയാ? മേലെ ചെറുതായി വരും, താഴേക്ക് ഉരുണ്ട് വരും. ഇതുപോലെ തന്നെ ഭൂമി ആക്ച്വലി റൗണ്ട് അല്ല, ജിയോയിഡ് ഷേപ്പ്, അണ്ടാകാരം. അതായത് വൃത്താകാരല്ല, അണ്ടാകാരം. അപ്പൊ അണ്ടാകാരാണെങ്കിൽ എന്താണ്, ഒരു ഭാഗം പൊന്തിയിട്ടുണ്ടാവും, ഒരു ഭാഗം താണിട്ടുണ്ടാവും. ഇതേ ഒരു ഫോർമാറ്റ് ഹ്യൂമൻ ബോഡിയിലുണ്ട്. നമ്മളിപ്പോ വലത് കൈ നേരെ ഇങ്ങനെ വെച്ച് കിഴക്കോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ കൈയുടെ കൃത്യമായിട്ട് ദിശ വെച്ച് നിൽക്കുകയാണെങ്കിൽ വലത് കൈ കിഴക്കോട്ടേക്കാണെങ്കിൽ വലത് കൈ, കിഴക്കോട്ടേക്കാണ് വലത് കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സൗത്ത് വെസ്റ്റ് വരുന്ന, അതായത് തെക്ക് പടിഞ്ഞാറ് മൂല വരുന്ന നിങ്ങളുടെ കൈയില് ഉള്ളം കൈയിൽ ഒരു ചതുരം ഉണ്ട് കാണാൻ നിങ്ങൾക്ക്. വിരളം ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ചതുരം ഉണ്ട്. ഈ ചതുരത്തില് ഈ സൗത്ത് വെസ്റ്റ് കോർണർ ഉയർന്നായിട്ട് കാണാം. ഇനി നേരെ നോർത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചാലും അങ്ങനെയുണ്ടാവും. അതായത് ഭൂമിയുടെ ഫോർമാറ്റ് എന്താണോ അതൊക്കെ ഹ്യൂമൻ ബോഡിയിലുണ്ട്. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. വടക്കും കിഴക്കും താഴണം, തെക്കും പടിഞ്ഞാറും പൊന്തണം. അപ്പൊ കിണർ എവിടെ കുഴിക്കണം? കിണർ താഴേക്ക് പോണിയ. അപ്പൊ വടക്ക് കിഴക്കാണ് കിണറിന് വരിക. അതേ സമയത്ത് നമ്മൾ എവിടെ കിടന്നുറങ്ങണം? ഉയർന്ന, അതായത് അധിപസ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഇതുപോലെ സോളിഡ് ആണോ നിങ്ങൾക്ക് പിറകെ കാണാം. അത്ര സ്ട്രോങ് ആയിരിക്കണം സൗത്ത് വെസ്റ്റ്. നമ്മുടെ സൗത്ത് വെസ്റ്റ് കോർണർ ശക്തമാകുന്നിടത്താണ് നമ്മളുടെ ചങ്കൂറ്റം. ഒരു വ്യക്തമായിട്ടൊരു കാര്യം പറയുക, വിജയിപ്പിക്കുക, ഇതിനൊക്കെ സൗത്ത് വെസ്റ്റ് സ്ട്രോങ് ആണ്. സൗത്ത് വെസ്റ്റ് സ്ട്രോങ് അല്ലയോ ബാക്കിയുള്ള ആളുകൾ നിങ്ങളെ നിയന്ത്രിക്കും. യൂണിവേഴ്സിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ്, ഒന്ന് ഫോക്കസ്ഡും രണ്ട് അൺഫോക്കസ്ഡും. നിങ്ങൾ ഫോക്കസ്ഡ് അല്ലയോ, ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഉപയോഗിക്കും. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കിടന്നുറങ്ങണ വീട്ടിന്റെ സൗത്ത് വെസ്റ്റ് കോർണർ ഒന്ന് നോക്കുക. അവിടെ സോളിഡ് ആണോ, ഒരാൾക്കും നിങ്ങളെ മേലെ ഭരണം നടത്താൻ പറ്റില്ല. നിങ്ങളെ സൗത്ത് വെസ്റ്റ് ഇനി വെള്ളം നിറഞ്ഞാണോ മനസ്സും വെള്ളം പോലെ. അവിടെയാണ് ഈ എലമെന്റ്സുകളുടെ പ്രാധാന്യം. സാർ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കുള്ള വിത്ത് ഇടുന്നത് എങ്ങനെയാണെന്നുള്ള സാറിക്ക് പറഞ്ഞു, അതും കൂടെ ഒന്ന് പറയാമോ? ഒന്നുമില്ല, 5 എലമെന്റ് കൊണ്ടാണ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ 5 എലമെന്റ് നമ്മള് വാസ്തുവിലാമോ 4 കോർണറിലും നടുക്കുമായിട്ടാണ് വരിക. അപ്പൊ നമ്മള് കൈ ഇങ്ങനെ കിഴക്കോട്ടേക്ക് വെക്കുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റ് ഇവിടെയാണ് ഏറ്റവും ഉയർന്നു വരിക. ഓക്കെ, ഇവിടെയാണ് ഭൂമി തത്വം. നേരെ ഓപ്പോസിറ്റ് വടക്ക് കിഴക്ക്. ഈ ചതുരം മാത്രം എടുത്താൽ മതി, വിരൽ എടുക്കണ്ട. അപ്പൊ നോർത്ത് ഈസ്റ്റ് ഇവിടെ എന്താണ് വരിക? ഇവിടേക്ക് ഏറ്റവും താണു വരുന്നത് അവിടെയാണ് ജലതത്വം. അതേപോലെ തന്നെ ഈ ഭാഗം ഉയർന്നിട്ട് അതാണ് അഗ്നിതത്വം. ഈ ഭാഗം താണ വരുന്നത് ഇവിടെയാണ് വായുതത്വം. നടുക്ക് ആകാശം. അതായത് ഈ 5 എലമെന്റ്സ് ക്ലിയർ ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട, നമ്മളെ കയ്യിൽ തന്നെ നോക്കിയാൽ മതി. വിത്തിടേണ്ടത് ഭൂമിയിലാണ്, എന്നാലേ മുളയ്ക്കുള്ളൂ. അഗ്നിയിലിട്ടാലോ കത്തിപ്പോവും, വായുവിലിട്ടാല് പറന്നു പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. അപ്പൊ കുട്ടികളില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ, ഇതിന് പ്രശ്നം ഈ പോയിന്റിലാണ് കിടക്കുന്നത്. എനിക്ക് ഒരു 6000-ന് മുകളിൽ വീടുകളിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാണ്. ഒന്നുമില്ല, ഈ അഗ്നിയിലൊക്കെ കിടക്കുന്ന ഭാര്യനെയും ഭർത്താവിനെയും വിളിച്ചിട്ട് ഈ ഭൂമിയിൽ കിടത്തിയാൽ റിസൾട്ട് വരും. വളരെ സിമ്പിൾ ആണ്. പക്ഷെ
അറിവ് സിമ്പിളാണ്, കാരണം നാച്ചുറലാണ്. അതെ 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 നാച്ചുറലിന്റെ ഇതില് അതാണൊക്കെ സിമ്പിളായി, സിമ്പിളായിരിക്കും. പക്ഷെ അത് പാലിക്കുക കുറച്ച് ഹാർഡാണ്. ഹാർഡാണ്. അതെ 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 അതെ. അവിടെയാണ് നമ്മള് തീർച്ചയായും നമ്മളെ എല്ലാവർക്കും വരുന്നത്. അവിടെയാണ് നമ്മളെ കർമ്മങ്ങൾ നമ്മളെ പിടിക്കുക. അപ്പോ നിങ്ങൾക്ക് എന്ത് റിസൾട്ട് വേണോ കിടത്തം സൗത്ത് വെസ്റ്റിലാക്കാണ്. സാർ, അതുപോലെ നമ്മൾ ഈ ശരീരത്തിന് ഇതുപോലുള്ള അവസ്ഥകളുണ്ടല്ലോ, ബാല്യം കൗമാരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസ്ഥകൾ പറയുന്ന പോലെ വീടിനും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരണച്ചുറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് സാറൊന്ന്. കേരളത്തിന്റെ ഒരു അവസ്ഥയാണ് മരണച്ചുറ്റ്. മരണച്ചുറ്റ് ആയിരുന്നു കേട്ടോ പ്രശ്ന. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാല് കേരളത്തില് തച്ചന്മാരാണ് വാസ്തു ഉപയോഗിച്ചിരുന്നത്. ഇതിനെന്താ കാരണം എന്ന് വെച്ചാൽ അവര് മെറ്റീരിയൽ മരമാണ്. അപ്പൊ മരം ഒരിക്കലും മുറിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് യോജിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് മൂശാരിക്കാണെങ്കിൽ ഉരുക്കിയിട്ടുണ്ടാക്കാം. ഒരു തട്ടാൻ സ്വർണ്ണപ്പണി എടുക്കുന്ന ആൾക്കാണെങ്കിലും ഉരുക്കി രണ്ടാമത് ഉണ്ടാകും. പക്ഷെ മരപ്പണിക്കാരനത് പറ്റില്ലേ. അപ്പൊ ആശാരിന്റെ ശാസ്ത്രമാണ് തച്ചുശാസ്ത്രം, തച്ചന്റെ ശാസ്ത്രമാണ് തച്ചുശാസ്ത്രം. അപ്പൊ തച്ചന്റെ ശാസ്ത്രത്തിൽ നിന്നാണ് കേരള വാസ്തു തുടങ്ങുന്നത്. അപ്പോ മരം എവിടെയാ വരുന്നത്? ഒരു വീട്ടിന്റെ മുകൾ ഭാഗത്ത് ഉത്തരം എന്ന് പറയും, ഉത്തര ചുറ്റ് എന്ന് പറയും. പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിലത്ത് തന്നെ കൂടം കൂട്ടും, അതിന്റെ മേലെ തന്നെ മരമൊക്കെ വെച്ചിട്ട് ഇതാക്കും. എന്നിട്ട് കപ്പിയും കയറിട്ട് കയറ്റി ഈ കെട്ടിയിരിക്കുന്ന മതിലിന്റെ മേലെ ഇറക്കി വെക്കും. കൂടം കൂട്ടിയിട്ട് വെക്കും. അതെ. അപ്പൊ കൂടം കൂട്ടി വെക്കുമ്പോ അളവ് തെറ്റിയാൽ എന്തായി? കൂടം പിടിക്കില്ല, ഇതിന് കൊള്ളിയില്ല. അവിടുന്ന് തുടങ്ങിയാണ് ചുറ്റളവ് തെറ്റരുത്. ഇതിങ്ങനെ അവര് പറഞ്ഞ് വീട്ടുകാരനുമായി. പിന്നെ ജ്യോതിഷശാസ്ത്രം അതിൽ കൂടി. കണക്ക് എവിടെ വന്നോ, 9 എവിടെ വന്നോ അവിടെയൊക്കെ ജ്യോതിഷം വരും. അപ്പൊ ജ്യോതിഷശാസ്ത്രത്തിൽ എന്താക്കി, ഇതിനൊരു 24 തത്വങ്ങളായിട്ട് വീണ്ടും ഗണിച്ചു. അതിൽ 12 ആയിട്ട് പിന്നെ ശോഷിച്ചു. ഇപ്പൊ ആയാതി ഷഡ്വർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് 6 കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഈ 6 കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊന്നാണ് ഈ പറഞ്ഞ ബാല്യം. അപ്പോ അത് ചുറ്റളവിന് പ്രായം കണക്കാക്കുന്ന ഒരു രീതിയാണ്. ഇപ്പൊ മരണച്ചുറ്റ് എന്ന് പറഞ്ഞാൽ ആരും മരിച്ചൊന്നും പോവില്ല, വലിയൊരു തെറ്റിദ്ധാരണയാണത്. അപ്പൊ ഈ ചുറ്റളവ് ഇതിൽ വരുമ്പോ 5 അവസ്ഥകൾ വരുന്നുണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. അതായത് കണക്ക് ഒരു അവസ്ഥയിൽ വന്നോ അത് മരണം ആണ് എന്നാണ് അതിന് പറയുന്നത്, അത് ഗണിക്കാൻ പറയുന്നത്. ഈ 5 എണ്ണത്തിൽ ഒന്നാണ് മരണം. അല്ലാണ്ട് ആ ചുറ്റളവ് വന്ന അയാൾ മരിച്ചൊന്നും പോയില്ല. അപ്പൊ ഇതില് കൗമാരം ആണോ നല്ല യങ്ങാണ്, ഇതാണ്. ബാല്യാണെങ്കിൽ ബാല്യാരിഷ്ടം ഉണ്ടാവുന്ന ചില ആളുകൾ പറയും. പക്ഷെ അതും തെറ്റാണത്. കാരണം എന്ന് പറഞ്ഞാൽ ബാല്യം എന്ന് പറഞ്ഞാൽ ഇനി ലോങ് ലൈഫ് ഉണ്ട്. അതെ. പക്ഷെ നമ്മൾ ആരും മരണച്ചുറ്റിൽ കുടുങ്ങേണ്ടതില്ല. കാരണം ലോകത്തില് ഈ കൊച്ചു കേരളത്തിലല്ലാതെ വേറെ എവിടെയും തന്നെ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് വീടുണ്ടാക്കുന്ന സ്ഥലമില്ല. ഇനി ഈ ഒരു ശാസ്ത്രം ഉപയോഗിച്ചിട്ട് സമ്പന്നനാകുമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള സ്ഥലം കേരളമാകുമായിരുന്നു. കേരളത്തിലെ ആളുകൾക്ക് വിദേശത്ത് സമ്പത്ത് തേടിയിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറ്റിയത്? ഇവിടെ പറ്റിയത് നമ്മള് പണ്ടത്തെ എഞ്ചിനീയേഴ്സ് ആണ് തച്ചന്മാര്, പണ്ടത്തെ ആർക്കിടെക്ട് ആണ് തച്ചന്മാര്. അപ്പൊ അവരുപയോഗിച്ചിരുന്ന കണക്കാണ് വാസ്തുശാസ്ത്രം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇവിടെ വലിയൊരു സബ്ജക്റ്റ് ആണ് വാസ്തുശാസ്ത്രം. അതില് 5 എലമെന്റ്സ് വരും, ഊർജപ്രവാഹങ്ങൾ വരും, ഭൂമിയുടെ ചലനങ്ങൾ വരും. ഇങ്ങനെ കുറെ സബ്ജക്ട്സ് ഉണ്ട്. അതിലൊന്നാണ് കണക്ക് നോക്കല്. പക്ഷേ കേരളം ഈ കണക്ക് കുടുങ്ങിപ്പോയി. ഇത് കാരണമാണ് മരണച്ചുറ്റിൽ കിടക്കുന്ന കേരളമായിട്ട് ഇപ്പോഴും പ്രശ്നത്തിലാണത്. അപ്പൊ ഇവിടെ നമ്മളെ അവർക്ക് എന്താണെന്ന് വെച്ചാല് ഇതിലും ഇമ്പോർട്ടന്റ് ആണ് പഞ്ചഭൂതങ്ങൾ, ഇതിലും ഇമ്പോർട്ടന്റ് ആണ് ഊർജ്ജപ്രവാഹം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട്. കണക്ക് എന്നുള്ളതിൽ നിന്നും ഒന്നുകൂടി വിശാലമാക്കിയിട്ട്, അപ്പൊ കണക്ക് കൂട്ടി ഒന്നുക ബാല്യത്തിൽ വരും, അല്ലെങ്കിൽ കൗമാരത്തിൽ വരും, അല്ലെങ്കിൽ യൗവനത്തിൽ വരും, വാർദ്ധക്യത്തിൽ വരും. അപ്പൊ ഈ വാർദ്ധക്യത്തിൽ വരുന്നു, പിന്നെ മരണത്തിൽ വരുന്നു. ഈ മരണമാണ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ 2 തരത്തിലുള്ള മാനങ്ങളുണ്ട്. ഒന്ന് പറയും കോൽമാനം, 2 പറയും അങ്കുലമാനം. നിർഭാഗ്യവശാൽ ഈ 2 മാനവും വേറെ വേറെ ഇവിടത്തെ എല്ലാ ആശാരിമാർക്കും തച്ചന്മാർക്കും അറിയില്ല. അപ്പൊ അധികവും നമ്മളെ കേരളത്തിൽ ഉപയോഗിച്ചു വരുന്നത് കോൽമാനാണ്. കോൽമാനം എന്ന് പറഞ്ഞാല് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കിഷ്കു എന്ന് പറഞ്ഞ ഒരു കോലാണ്. കിഷ്കു എന്ന് പറഞ്ഞാല് 72 സെന്റിമീറ്റർ ആണ് ഒരു കോല്. ഇതിനെയാണ് കിഷ്കു എന്ന് പറയാ. അങ്കുലം എന്ന് പറഞ്ഞാലോ 3 സെന്റിമീറ്റർ ആണ് ഒരു അങ്കുലം. അതെ, പണ്ട് ഇപ്പോ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പൊ അങ്ങേക്ക് ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങയുടെ അടുത്ത് വരും. എന്നിട്ട് നമ്മളെ നടുവരല് ഇതൊന്ന് ഇങ്ങനെ ആക്കി നോക്കുക. ഇപ്പൊ ഈ നടുവരലിന്റെ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇതിന് കണക്കായിട്ട് ഒരു ഈളില് പിടിക്കും. അതാണ് ഒരു അങ്കുലം ശരിക്കും. അതിനാണ് ഒരു അങ്കുലം. അപ്പൊ അതിനൊരു 24 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു കോലായി. അതായത് ഓരോ വീട്ടിന്റെയും കണക്ക്
വ്യത്യസ്തമാണ്. കാരണം അങ്ങനെയായിരുന്നു അവിടുത്തെ. പിന്നീട് ഇപ്പൊ ഷുഗർ 120 കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു നിയമമായി. വീണ്ടും കുറച്ചിട്ടുണ്ടോ? പിന്നെ കുറച്ച്. ഇത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാല് ഇതൊരു ജനറലൈസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാല് ഒരു നമ്മളെ ഇംഗ്ലീഷുകാർ വന്നപ്പോ എന്തായി, സെന്റിമീറ്ററും മീറ്ററും ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ എന്തായി, 1 അങ്കുലം സമം 3 സെന്റിമീറ്റർ ആയി. അതിന്റെ മുന്നേ ഇവിടെ മനോഹരമായ കെട്ടിടങ്ങൾ പണിതിരുന്നു, എത്രയോ മനോഹരമായിട്ടുള്ള. അപ്പൊ ഈ 72 കുടുങ്ങി. അപ്പൊ കോൽമാനായിട്ട് ഈ കാലഘട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാലോ 72ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ ചിലപ്പോ അടുത്ത പറമ്പിലൊക്കെ ആയി പോവും കണക്ക്. കാരണം എന്ന് പറഞ്ഞാൽ 3 സെന്റുകളിൽ ഇപ്പോൾ ഉള്ള ആൾക്കുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ അങ്കുലമാനം എടുക്കേണ്ടത്. പക്ഷെ എനിക്ക് പോലും കുറെ അനുഭവം ഉണ്ട്. അങ്കുലമാനത് കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇത് നോക്കും. അവർക്ക് അറിയാത്ത കണക്ക് അതിനെ കൊണ്ട് ഒരൊറ്റ വാക്കാ, ഇതൊക്കെ മരണച്ചുറ്റാ. വാസ്തവത്തിൽ മരണച്ചുറ്റ് എന്നുള്ളതല്ല, അയാൾക്ക് അതിനെ കുറിച്ച് അറിയണില്ല. അതുകൊണ്ട് എന്തായി, അയാളത് മരണച്ചുറ്റാണെന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളുന്നു. ഇതില് സാധാരണ ജനങ്ങളും പെട്ടുപോവുകയാണ്. സോ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സാധാരണക്കാരും കുറേ കൂടി ഒന്ന് പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ തുടക്കം തൊട്ട് നമ്മൾ ഈ അബണ്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ വീട്ടിൽ എവിടെയാണ് ഈ ആഭരണങ്ങളും പണമൊക്കെ വയ്ക്കുന്ന പെട്ടി വെക്കേണ്ടത്, എങ്ങോട്ടാണ് അത് വെച്ചിരിക്കേണ്ടത്? അതുപോലെ തന്നെ നമ്മൾ ഈ വാതിലിടുമ്പോഴും ഈ വലതുപാളിയും ഇടതുപാളിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കണോ, അത് ഈക്വൽ ആയിരിക്കണോ എന്നുള്ളൊരു